ആ ബിപിയുടെ ഷുഗറിൻ്റെയും ഗുളിക കൂടെ എടുത്തോ. ഹോർലിക്സ് കലക്കിയെടുക്കാം അമ്മച്ചി. അപ്പോൾ കഴിവുകെട്ട ബോളിവുഡിലെ ഊള പഴയകാല കോമഡികളും കൊണ്ട് ഈ കാലത്ത് നമ്മളെ വെറുപ്പിക്കാൻ വന്നവന്റെ പേരാണ് അപരാധം മസ്തി 4. ലൂസിഫറിലെ വില്ലൻ ഉൾപ്പെടെ എന്ത് നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ അഭിനയിച്ച് തകർത്ത വിവേക് ഒബ്രോയുടെ അവസ്ഥ ഒന്ന് കാണണം. ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ഇങ്ങനെ ലോ ലെവൽ ക്യാരക്ടറിനെ കണ്ട് നമ്മൾ കരഞ്ഞു പോകും. അഡൽട്ട് കോമഡി എന്നും പറഞ്ഞ് എല്ലാവരും കൂടി പീസ് വർത്താനം മാത്രം പറഞ്ഞ് ഇങ്ങനെ അപരാധിച്ചൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ ഇറങ്ങിക്കാണില്ല. അപ്പൊ മൂവി തുടങ്ങുന്നത് തന്നെ റിതേഷിന്റെ കുൽസിതം മൂലം ആണിയിളകിയ കട്ടിൽ നല്ലതുപോലെ കിടന്നാടുന്നത് കാണിച്ചുകൊണ്ടാണ്. കട്ടിലിന്റെ ശബ്ദം കേട്ട് മുറിയിലേക്ക് പാഞ്ഞു വന്ന റിതേഷിന്റെ ഭാര്യ അവനിവിടെ കുൽസിതം നടത്തുകയാണെന്നും പറഞ്ഞ് അവന്റെ തലയിണെടുത്ത് ചമ്മന്തിയാക്കി എന്തൊക്കെയോ അപരാധം കാണിച്ചു കൂട്ടുകയാണ്. അവസാനം അവിടെയൊക്കെ പരതിയിട്ടും പെണ്ണിനെ കിട്ടാതെ വന്നതോടെ സോറി ബേബി ഞാൻ നിന്നെ സംശയിച്ചു പോയി എന്നും പറഞ്ഞ് കയ്യിലുള്ള ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിൽ തേച്ച് അവിടെ നിന്ന് സ്ഥലം വിടും. അല്ലടാ ഉവേ, അവൾക്ക് നേരെ അങ്ങ് നടന്നു പോയാൽ പോരെ, ഈ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് മാറി തേക്കുന്നത് എന്തിനാ? അപ്പൊ അവള് പോയപ്പോഴേക്കും തലേണ തുറന്ന് അവൻ കാമുകയെ പുറത്തെടുക്കുകയാണ്. അയ്യോ ചിരിക്ക് ചിരിക്ക്, ഇത് കണ്ടാ ചിരിക്കണം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നടക്കുന്നേ? അപ്പൊ നമ്മുടെ റിതേഷിന്റെ പണി എന്ന് പറഞ്ഞാൽ അവനൊരു സൂ കീപ്പറാണ്. മൃഗങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുകയാണ് അത്ര ഇവന്റെ മെയിൻ പണി, അതായത് ഒരുതരം മാമാ പണി. അങ്ങനെ ഒരു ദിവസം കുടുംബ വഴക്കിൽപ്പെട്ട് അകന്നു കഴിയുന്ന ഒരു കടുവ കുടുംബത്തെ ഒന്നിപ്പിക്കാൻ നോക്കുകയാണ് നമ്മുടെ റിതേഷ്. അതിനുവേണ്ടി കടുവ പെണ്ണിന്റെ വേഷവും ഇട്ട് ആൺകടുവയെ മൂടാക്കാൻ നോക്കുകയാണ് അവൻ. പക്ഷേ റിതേഷിന്റെ കളിയൊക്കെ കണ്ടതും മൂടായ കടുവ റിതേഷിനെ തന്നെ വേണമെന്നും പറഞ്ഞ് അവിടുത്തെ ഗ്ലാസ് ഒക്കെ തല്ലിപ്പൊളിക്കും. ഒടുവിൽ തന്റെ പരിപാടി ഇന്നത്തോടെ തീരുമെന്ന് കരുതിയ സമയത്താണ് നാണമില്ലേ പ്രകൃതി വിരുദ്ധ, അത് മനുഷ്യനാണെന്നും പറഞ്ഞ് കടുവ പെണ്ണ് വിളിക്കുന്നത്. അതോടെ ഉള്ള മാനം പോയ ആൺകടുവ എനിക്ക് നീ മതി മുത്തേ എന്നും പറഞ്ഞ് കടുവ പെണ്ണിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ റിതേഷ് ഒരു റേപ്പിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, റേപ്പിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അല്ലെങ്കിൽ അവന്റെ ഇനി രണ്ടാമത്തെ ഹീറോയാണ് ഈ നടന്നു വരുന്ന വിവേക് ഒബ്രോയ്. അവനാണെങ്കിൽ ഒരു കാർ വിൽപ്പനക്കാരനാണ്. അപ്പൊ ആദ്യ സീനിൽ തന്നെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കാർ വിൽക്കാൻ നോക്കുകയാണ് ഇവൻ. അതിന്റെ വില പറഞ്ഞതും മേടിക്കാൻ വന്നവന്മാരുടെ കിളി പോയി. കാരണം 5 മില്യൺ പൗണ്ടാണ് അതിന്റെ വില അവൻ ചോദിക്കുന്നത്. എന്തിനാടാ നാറി ഇത്രയും വില ഇതിനെന്ന് ചോദിച്ചതും അവൻ പറയും ഈ വണ്ടി ഒരുപാട് തവണ ഇടിച്ചിട്ടുണ്ട്, പക്ഷെ ഓരോ പ്രാവശ്യവും വണ്ടി ഇടിച്ചപ്പോൾ ഇതിലിരുന്ന ഭാര്യമാര് മാത്രമേ മരിച്ചിട്ടുള്ളൂ. അത് കേട്ടതും അവന്മാരെല്ലാം കൂടി വണ്ടി മേടിക്കാനായി മത്സരിച്ച് വില പറയുകയാണ്. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അങ്ങേയറ്റ സ്ത്രീവിരുദ്ധതയും കോമഡിയാക്കി കാണിക്കുകയാണ് ഇവന്മാര്. അപ്പൊ നമ്മുടെ വിവേക് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം കോഴിയാണ്. കാർ വിൽപ്പന കഴിഞ്ഞ് നടന്നു വരുമ്പോൾ ഒരു പെണ്ണ് അവിടെ നിന്ന് അവനെ വളയ്ക്കാൻ നോക്കുന്നു. അവളെ കണ്ടതും അവന്റെ എന്തൊക്കെയോ പൊങ്ങി വരും. ശേഷം കാറിലിരുന്ന് പുഷ്പിച്ച് മെഴുകുകയാണ് അവൻ. ഇവളുടെ സംസാരം ഒന്ന് കേട്ടു നോക്കണം. കേട്ടാൽ അപ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റോടും. അപ്പോഴാണ് അവന്റെ ഭാര്യയുടെ കോൾ വരുന്നത്. ഇവനെ നല്ല വിശ്വാസമായതുകൊണ്ട് തന്നെ അവൾ ഇവന്റെ ഫോണിൽ ഹെൽത്ത് വൈറ്റൽസ് മെഷർ ചെയ്യുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നു. ഭാര്യ നോക്കിയതും ഇവന്റെ ബോഡിയിലെ സകലമാന രക്തവും കൂടി ഇവന്റെ മെയിൻ പാർട്ടിലേക്ക് വരുന്നു. ഇത് കണ്ട് ടെൻഷനായ ഭാര്യ അവനോട് കാര്യം ചോദിക്കും. താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടെ വിവേക് അവന്റെ ആളം വന്നാനിട്ട് ഒരു ഒറ്റ അടി കൊടുക്കും. പാവം ഒന്നും അറിയാതെ തളർന്നു പോയി കാണും. അങ്ങനെ അടി കിട്ടിയതോടെ രക്തമൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ ജസ്റ്റ് അവൻ രക്ഷപ്പെടും. അടുത്തതായി മൂന്നാമത്തെ ഹീറോ പ്രേമിന്റെ വരവാണ്. അവനാണെങ്കിൽ ഒരു ഡോക്ടറും. ആണുങ്ങൾക്കെല്ലാം കയ്യിലും പെണ്ണുങ്ങൾക്കെല്ലാം ചന്തിയിലും വാക്സിൻ എടുക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം. ഇവന്റെ ഭാര്യയാണെങ്കിൽ ഒരു കൂടിയ ദൈവവിശ്വാസിയും. കാരണം എല്ലാ മതങ്ങളുടെ ആഘോഷങ്ങൾ ഇവൾ വീട്ടിൽ ആഘോഷിക്കും. അതുകൊണ്ട് പ്രേമിന്റെ പരിപാടി ഒന്നും നടക്കില്ല. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് സംഗമിക്കാൻ മൂടായി വരുമ്പോൾ അവൾ ഓരോ സെലിബ്രേഷന് പോകും. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം. സംഗമമോ? അതിനിടയ്ക്ക് ബെഡ്റൂമിൽ കിടക്കുന്നത് ഭാര്യയാണെന്നും പറഞ്ഞ് റിതേഷ് നോക്കിയപ്പോൾ അവൾക്ക് വേറെ ഏതോ ഭിക്ഷക്കാരൻ. അവനുമായി അടിയുണ്ടാക്കി താഴെ വന്നപ്പോൾ വീട് മുഴുവൻ പിച്ചക്കാരി. അവന്മാരുടെ അടിയെല്ലാം കൊണ്ട് റിതേഷ് ഭാര്യയോട് കാര്യം ചോദിച്ചപ്പോൾ അവള് പറയുകയാണ് പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണെന്ന്. ഇതൊക്കെ ഏത് യൂണിവേഴ്സിറ്റി? തലയ്ക്ക് സുഖമുള്ള ആരെങ്കിലും ചെയ്യുമ്പോൾ ഇമാതിരി പരിപാടി? പാവപ്പെട്ടവരെ സഹായിച്ചോ എന്നും പറഞ്ഞ് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ലോകത്ത് എത്രയോ പേര് കഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞ് അവരെ എല്ലാവരും കൂടി നമുക്ക് നോക്കാൻ പറ്റുമോ? അപ്പൊ ഇവന്മാരുടെ ഭാര്യമാരുടെ ലീലാവിലാസങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഭാര്യമാരെ കൊണ്ട് ജീവിതം മടുത്തിരിക്കുകയാണ് നമ്മുടെ
3 ഭർത്താക്കന്മാരും. അങ്ങനെ ഒരു ദിവസം തങ്ങളുടെ കൂട്ടുകാരനായ കാമരാജിന്റെ ബർത്ത്ഡേക്ക് പോവുകയാണ് അവർ. അവിടെ ചെന്ന് കാമരാജ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭാര്യമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവന്മാരെല്ലാവരും കൂടി കുറച്ച് കൂടുതൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. എന്നിട്ട് ബോധം കെട്ട് വീണ അവരുടെ ബോധം മാറ്റാൻ അവന്മാർ കൊടുത്തതിൽ കൂടുതൽ ബ്ലഡ് തിരിച്ചു കയറ്റേണ്ടി വരും. അതോടെ കൂട്ടുകാരൻ കാമരാജ് ഇവന്മാരെ 3 പേരെ ഊക്കിവിടും. അല്ലെങ്കിലും ബ്ലഡ് കൊടുക്കുന്നത് ഒരു സോഷ്യൽ സർവീസ് പോലെ അവനവന് തോന്നിയിട്ട് കൊടുക്കേണ്ടതാണ്, അല്ലാതെ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല ബ്ലഡ് കൊടുക്കേണ്ടത്. കാമരാജും ഭാര്യയും ഇത്രയും ഹാപ്പി ആയിരിക്കുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നും പറഞ്ഞ് അവന്മാർ തിരക്ക് ചെന്നപ്പോഴാണ് അവരറിയുന്നത് കാമരാജിന്റെ ഭാര്യ അയാൾക്കും അയാൾ തിരിച്ച് ഭാര്യയ്ക്കും ലവ് വിസ കൊടുക്കാറുണ്ടെന്ന്. അപ്പോൾ ഈ ലവ് വിസ എന്താണെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരാഴ്ച ഓരോരുത്തർക്കും ആരുടെ കൂടെ വേണമെങ്കിലും ഡേറ്റ് ചെയ്ത് നടക്കാം. मैंने अपने पति को LV दिया है। LV मतलब लव वीजा. लव वीजा साल में 1 हफ्ते വല്ലാത്തൊരു വിസ തന്നെ. അതായത് ഭർത്താവിന് വർഷത്തിൽ ഒരാഴ്ച ഏത് പെണ്ണിന്റെ കൂടെ വേണമെങ്കിലും നടക്കാം, അതേപോലെ ഭാര്യയ്ക്ക് ഏത് ആണിന്റെ കൂടെ വേണമെങ്കിലും നടക്കാം. ഇങ്ങനെ ചെയ്താൽ കുടുംബജീവിതം നന്നാവുമെന്നാണോ ഇവന്മാർ സമൂഹത്തോട് പറഞ്ഞു വെക്കുന്നത്? ഇവിടെയൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം ഡിവോഴ്സ് ആണ്. അപ്പോൾ കാമരാജിന്റെ കാമത്തരം അറിഞ്ഞതും കാമമൂത്ത യുവമാരി എന്ന് ഭാര്യമാരോട് തങ്ങളുടെ കാമക്കാര്യം പറയും. അത്ഭുതമെന്ന് പറയട്ടെ, കാമക്കാര്യം പറഞ്ഞതും അവരുടെ ഭാര്യമാര് സമ്മതിക്കും. അതോടെ മൂടായ യുവമാര് അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. പിന്നെ അവന്മാർ ഒരു സോങ്ങിന് പോകും. വല്ലാത്ത ജാതി കഴപ്പ് തന്നെ. ഈ പ്രായത്തിലും കഴപ്പ് തന്നെ. അങ്ങനെ ആരെയും ഡേറ്റ് ചെയ്യാൻ കിട്ടാതെ സൂവിൽ നിരാശനായി ഇരിക്കുകയാണ് റിതേഷ്. അപ്പോഴാണ് അവിടുത്തെ പുതിയ സൂ കീപ്പർ അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ആനിമൽസിനെ വളയ്ക്കുന്നതിന് പകരം അവൾ റിതേഷിനെ വളയ്ക്കാൻ നോക്കും. അതിനിടയിൽ അവന്റെ പാൻസിൽ കൈയിട്ട് അവൾ എന്തോ എടുക്കാൻ ശ്രമിക്കുന്നു. അത് മറ്റൊന്നുമല്ല ഗൈസ്, ഒരു സ്പെഷ്യൽ ആനിമൽ ഫെറമോൺ ആണത്രേ. അത് സ്പ്രേ ചെയ്താൽ സംഗമം നിർത്തിയ മൃഗങ്ങൾ വരെ സംഗമിക്കുമത്രേ. പുതിയ സൂ കീപ്പർ ആണെങ്കിൽ ആ ഫെറമോൺ എടുത്ത് റിതേഷിന്റെ ദേഹത്ത് സ്പ്രേ ചെയ്യും. എന്നിട്ട് എന്തൊക്കെയോ അപരാധം കാണിക്കും. ഫെറമോണിന്റെ ആകർഷണം കൊണ്ട് സൂവിലെ VFX മൃഗങ്ങളെല്ലാം കൂടി ഓട്ടി വന്ന് റിതേഷുമായി പ്രകൃതി വിരുദ്ധ സംഗമത്തിന് ശ്രമിക്കും. അടുത്തതായി നമ്മുടെ വിവേക് ആണെങ്കിൽ ഒരുത്തിയെ വളച്ചൊടിച്ച് ബെഡ്റൂമിൽ എത്തിച്ച് കണ്ണും കെട്ടി മൂട്ടായിരിക്കുകയാണ്. അപ്പോഴാണ് അവളവനെ പൈസയും മേടിച്ച് ഒരു ഗ്രാനിക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഗ്രാനി വന്നൊരു ഫ്രഞ്ച് കിസിന് ശ്രമിച്ചതും അവരുടെ പല്ലൂരി അവന്റെ വായിലിരിക്കും. പക്ഷെ അടുത്ത സീനിൽ വീണ്ടും ആപ്പല്ല അവരുടെ വായിൽ തന്നെ ഉണ്ട്. ഡയറക്ടർ സാറിന്റെ ഒരു ശ്രദ്ധക്കുറവേ. പിന്നെ ആ പെണ്ണും ഗ്രാനിയും കൂടി അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കും. എന്താണ് കാണിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല, നമുക്ക് മനസ്സിലായില്ല. ഇതൊക്കെ എങ്ങനെ തിയേറ്ററിൽ കണ്ടു ആവോ. നെക്സ്റ്റ് നമ്മുടെ പ്രേമിനെ ഒരു തായ് മസാജുകാരി വളച്ചൊന്ന് ജില്ലാകാൻ സ്പായിലേക്ക് കൊണ്ടുപോവുകയാണ്. മസാജ് ഒന്ന് എൻജോയ് ചെയ്ത് വന്നപ്പോഴാണ് അവൻ ആ സത്യം മനസ്സിലാക്കുന്നത്. അതായത് ലവള് ട്രാൻസ്ജെൻഡർ ആണെന്ന്. അത് കണ്ടതും അവൻ പേടിച്ച് വരേണ്ട അവിടെ നിന്ന് ഓടി സ്ഥലം വിടും. അങ്ങനെ 3 പേരുടെയും ലവ് വിസ മൂഞ്ചിപ്പോയത് കൊണ്ട് അവർ തിരിച്ച് ഭാര്യമാരുടെ അടുത്തേക്ക് ചെല്ലും. പക്ഷെ അപ്പോഴാണ് ഞങ്ങൾക്ക് ലവ് വിസ വേണമെന്നും പറഞ്ഞ് അവളുമാർ ഒരാഴ്ചത്തേക്ക് സ്ഥലം വിടുന്നത്. അപ്പോൾ ഇവർ 3 പേരും കൂടി ആകെ ടെൻഷനായി ഭാര്യമാരുടെ ലവ് വിസ പൊളിക്കാനായി അവളുമാരുടെ അടുത്തേക്ക് പോവുകയാണ്. അതും പണ്ട് നസീർ മലയാള സിനിമയിൽ മറുക് വെച്ച് വേഷം മാറുന്ന പോലെ അത്യുഗ്രം വേഷം മാറും. ഇവന്മാരുടെ ഈ വേഷം കണ്ടിട്ട് ഭാര്യമാർക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നത് കേട്ടിട്ട് തന്നെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആദ്യമായി ലൈൻ സെറ്റ് ആകുന്നത് വിവേകിന്റെ ഭാര്യയ്ക്കാണ്. അവള് ബീച്ചിൽ തേരാപ്പാറ നടക്കുമ്പോൾ ചില സാമൂഹ്യ ദ്രോഹികൾ വന്ന് അവളെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്കും വിവേകിന്റെ ഉള്ളിലെ ഭർത്താവ് ഉണർന്ന് എന്റെ ഭാര്യയെ തൊടുന്നോടാ എന്നും പറഞ്ഞ് മാസായി അടിക്കാൻ പോകുമ്പോഴാണ് ദാണ്ടെ വേറൊരു ജിമ്മൻ ഓടിപ്പോയി അവന്മാരെല്ലാം അടിച്ച് പിമ്പിരിയാക്കി കണ്ണുകൾ വരെ ചൂഴ്ന്നെടുക്കുന്നത്. അതോടെ അവർ 2 പേരും കൂടി അങ്ങ് ജില്ലാകുകയാണ്. രണ്ടാമതേ നമ്മുടെ ഡോക്ടർ പ്രേമിന്റെ ഭാര്യയ്ക്ക് പോലീസ് ഓഫീസർ സെറ്റാകും. ബീച്ചിൽ വെച്ച് സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയാതെ അവനെ കണ്ട് പേടിച്ചോടി അവളുടെ രക്ഷയ്ക്കെത്തിയതാണ് ഈ പോലീസുകാരൻ. ഇമാതിരി കോസ്റ്റ്യൂം ഇട്ടിട്ട് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യൻ കിണ്ടികൾ മാത്രമായിരിക്കും. അവർ 2 കുറ്റിച്ചെടി മീശയുടെ 2 അറ്റത്തും വെച്ചിരിക്കുന്നതുകൊണ്ട് പുറകെ വന്ന അവളുടെ ഭർത്താവിനെ മനസ്സിലാകാതെ പോയപ്പോൾ ആ പോലീസുകാരൻ അവനെ പിടിച്ച് എന്തൊക്കെയോ ചെയ്ത് ഈ രൂപത്തിലാക്കും. മൂന്നാമതായി റിതേഷിന്റെ ഭാര്യ പോയി ഒരു റഷ്യൻ ഡോൺ പാബ്ലോയുമായി സെറ്റാകും. അതോടെ അവരെല്ലാവരും കൂടി ബിക്കിനിയൊക്കെ ഇട്ട് ഒരു ഐറ്റം സോങ് അങ്ങ് കാച്ചും. കാരണം പാട്ടില്ലെങ്കിൽ ബോളിവുഡ് ഇല്ലല്ലോ. പിന്നെ പാട്ടിന്റെ ഇടയ്ക്ക് ഇവന്മാർ എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ശേഷം ഇവന്മാരുടെ ഭാര്യമാരും കാമുകന്മാരും കൂടി വലിയൊരു മാൻഷനിലേക്ക് ജില്ലാകാനായി പോവുകയാണ്. സംഗമം പൊളിക്കാനായി ഭർത്താക്കന്മാർ പുറകെയുണ്ട്. അപ്പോൾ വിവേകിന്റെ ഭാര്യയും കാമുകനും കൂടി ലോണിന്റെ ഭാഗത്തൊന്ന് പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താക്കന്മാരെല്ലാം കൂടി അതിന് പിറകിൽ പോയി മരത്തിന്റെ വേഷവും ഇട്ട് നോക്കി നിൽക്കുകയാണ്. അവളെ കാമുകനൊന്ന് ടച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അവന്മാരെ ഒച്ചയുണ്ടാക്കി പേടിപ്പിക്കും. അപ്പോഴാണ് വിവേകിന്റെ ഭാര്യയുടെ കാമുകനെ മൂത്രമൊഴിക്കാൻ മുട്ടുന്നത്. അവൻ പോയി മരച്ചോടലേ എന്ന് കരുതി മരത്തിന്റെ വേഷവും കെട്ടി നിൽക്കുന്ന ഈ മൊണ്ണേശ്വരന്മാരുടെ മുന്നിൽ പോയി ഒഴിക്കാൻ നോക്കും. അപ്പോൾ അതാ ആദ്യത്തെ 2ാമത്തെ മരത്തിന് മുന്നിൽ ചെന്നപ്പോഴേക്കും അവന്റെ സുനക്കിട്ട് അവന്മാർ നല്ല അടി വെച്ച് കൊടുക്കും. അവസാനം 3ാമത്തെ മരത്തിന് മുന്നിലെത്തിയപ്പോഴോ പാമ്പിനെ വിട്ട് കടുപ്പിക്കും. അതോടെ പിന്നെ അവൻ മരണ കോമഡി നടക്കുകയാണ്. അതായത് അവൻ പാമ്പിനെ പിടിച്ച് വലിക്കാൻ അവന്മാരോട് പറയും, വലിക്കുമ്പോ പറയും വലിക്കല്ലേ എന്ന്. അവസാനം ഒരു വിധത്തിൽ അവന്റെ ആൾക്കാർ പാമ്പിനെ പിടിച്ചു മാറ്റിയപ്പോൾ അവൻ പറയുകയാണ്,
ചിരിച്ച് ഞാനൊരു വഴിക്കായി. അടുത്തതായി റിതേഷിന്റെ ഭാര്യ പാബ്ലോയുമായി സംഗമിക്കാൻ നോക്കുമ്പോൾ അത് തകർക്കാൻ റിതേഷും ഡോക്ടർ പ്രേമും കൂടി തെങ്കാശി പട്ടണത്തിലെ പോലെ കുതിര വേഷത്തിൽ നടന്നു വരികയാണ്. അപ്പോഴാണ് അവിടെ ഇരുന്ന ഒരു ആൺകുതിരയ്ക്ക് കാതൽ വരുന്നത്. കുതിരയാണെങ്കിൽ 100-110 വേഗത്തിൽ ഓടി വന്ന അവരെ കുതിരയെ പോലെ യുവമാര് വെറുതെ വിടുന്നില്ലല്ലോ. നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഒരു ലോക്കൽ കഥയും സ്ക്രിപ്റ്റുമായി വന്ന് ഇതുപോലത്തെ ഒരു ഓഞ്ഞ സിനിമ പിടിക്കാൻ ഈ ബോളിവുഡ് കിണ്ടികളെ കൊണ്ടേ പറ്റൂ. നെക്സ്റ്റ് ഡോക്ടർ പ്രേമിന്റെ ഭാര്യയുടെ ഡേറ്റ് പൊളിക്കൽ പരിപാടിയാണ്. അവനാണെങ്കിൽ കാറിലൊന്ന് പുഷ്പിച്ച് വരുമ്പോഴാണ് ഒരു ഗർഭിണി നാടകം റോഡിൽ അവന്മാർ സെറ്റ് ചെയ്യുന്നത്. ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ വെള്ളം നിറച്ച് പൊട്ടിച്ച് വാട്ടർ ബ്ലോക്കായി എന്നും പറഞ്ഞ് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകും. പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന് ലേബർ റൂമിൽ വൻ വെറുപ്പിക്കലാണ്. എന്നിട്ട് അവർ പ്രസവിച്ചു എന്ന് കാണിക്കാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഏതൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരും. വിവേക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് വന്നിട്ട് ആ പോലീസുകാരനും പ്രേമിന്റെ ഭാര്യയും കണ്ടതേയില്ല എന്നത് വേറൊരു അത്ഭുതമാണ്. മാത്രമല്ല അവർ പ്രസവിച്ചു എന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് കാണിക്കുമ്പോൾ ഇത്രയും വലിയ കുഞ്ഞ് എങ്ങനെ വരുമെന്ന് കോമൺ സെൻസ് കൊണ്ടൊന്ന് ചിന്തിച്ചാൽ പോരെ. മാത്രമല്ല ഗൈസ്, കുഞ്ഞിനെ പൊക്കിയെടുക്കുമ്പോൾ ഡയപ്പർ സഹിതമാണ് കുഞ്ഞ് വരുന്നത്. ഇത് എവിടുത്തെ കോമഡിയാടാ. തലയ്ക്കകത്ത് വല്ലത് ഉള്ളവനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കും. അങ്ങനെ ഒടുവിൽ പാബ്ലോയ്ക്കും ടീംസിനും മനസ്സിലാകുകയാണ് അവന്മാരുടെ സംഗമം മുടക്കുന്നത് വിവേകം കൂട്ടരമാണെന്ന്. അതോടെ അവന്മാരെല്ലാരും കൂടി ആ ഹോസ്പിറ്റലിൽ ഒരു വെട്ടൻ സിനിമ സെറ്റ് ഉണ്ടാക്കി വെറുപ്പിച്ച് പണ്ടാരമടക്കുകയാണ്. ഡോക്ടറുടെ ഭാര്യയുമായി സംഗമിക്കാൻ വന്ന പോലീസുകാരന്റെ നിപ്പിൾ വരെ തേപ്പൂട്ടി വെച്ച് ഇവന്മാര് വറുത്തെടുക്കും. ആരേലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സീൻ കഴിച്ചതിന് ശേഷം മാത്രം കാണുക. അതായത് ആ ഹോസ്പിറ്റലിൽ ഒരു രോഗി കട്ടിലിനടിയിൽ അപ്പിയിട്ട് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇവന്മാര് 3 പേരും കൂടി അവരാധിച്ച് പാബ്ലോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ആ കട്ടിലിന്റെ അടിയിൽ തന്നെ ചെല്ലും. എന്നിട്ട് ഷിറ്റിൽ കൈയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. ബാക്കി ഞാൻ പറയണില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയോടി അവർ പാബ്ലോയുടെ മുന്നിൽ തന്നെ പോയി ചാടുകയാണ്. അങ്ങനെ പാബ്ലോയും കൂട്ടരും കൂടി ഇവന്മാരെ തൂക്കിക്കൊല്ലാൻ ഈ സെറ്റപ്പിൽ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ടെസ്റ്റ്. കാരണം അവന്മാരെ ആ തൂക്കുകയറിൽ നിന്നും അവന്മാരുടെ ഭാര്യമാര് തന്നെ വന്ന് രക്ഷിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ വണ്ടറടിച്ചെന്ന് അവന്മാരോട് ഭാര്യമാര് പറയുകയാണ്, നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി തന്ന് നിങ്ങളെയൊക്കെ നല്ല വഴിക്ക് നടത്താൻ ഞങ്ങൾ കളിച്ച ഡ്രാമയാണിതെന്ന്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഞങ്ങളുടെ കാമുകന്മാരെന്ന് നിങ്ങൾ കരുതിയവരൊക്കെ ഞങ്ങളുടെ കഥയിലെ കഥാപാത്രങ്ങളായിരുന്നു എന്ന്. വാട്ടെ കരളെലിയിക്കുന്ന കഥ. ഞാൻ മാറിയിരുന്നു ഒന്ന് കരയട്ടെ, കുറച്ച് കഴിഞ്ഞ് വരാവേ. അവസാനം 5ാം പാർട്ടിൽ കാണാമെന്ന് പറഞ്ഞാണ് ഈ അപരാധികൾ പോകുന്നത്. അങ്ങനെ പടം തീരുകയാണ് സുഹൃത്തുക്കളെ, പടം തീരുകയാണ്.